ഈ വചന സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. കർത്താവിൻ്റെ കൃപകൾക്കായി സ്തോത്രം. തുടർമാനമായി ഈ ഗ്രൂപ്പിൽ കൂടെ നടക്കുന്ന ദൈവവചന ശുശ്രൂഷയ്ക്കായി സ്തോത്രം. അനേകരുടെ ജീവിതത്തിൻ്റെ അകത്ത് ആശ്വാസവും വിടുതലും ദൈവപ്രവൃത്തിക്കായി ഈ വചന ശുശ്രൂഷ മാറുന്നതിൽ കർത്താവിന് മഹത്വം കരയറ്റുന്നു. തുടർന്ന് മിനിറ്റുകളിൽ ഇന്നത്തെ ദിവസവും ഈ വചന സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് അത്ഭുതങ്ങളായി, ദൈവപ്രവൃത്തികളായി, വിടുതലായി, ആശ്വാസമായി, മുന്നേറ്റങ്ങളായി സംഭവിക്കട്ടെ. കാരണം ദിവസങ്ങൾ മാറിയാലും, കാലങ്ങൾ മാറിയാലും, സീസണുകൾ മാറി മറിഞ്ഞാലും ദൈവത്തിൻ്റെ വചനത്തിന് ഒരു മാറ്റമില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം സ്ഥിരമായതാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് മാറ്റമില്ല. പക്ഷേ ദൈവവചനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, വചനത്തിന് മാറ്റമില്ലേലും വചനം നമ്മെ മാറ്റുന്നതാണ്, നമ്മെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. അത്ഭുതങ്ങളെ വചനമയച്ച് സൗഖ്യമാക്കുന്ന കർത്താവ്, ബന്ധനങ്ങളെ തകർക്കുന്ന കർത്താവ്, ഈ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ട് വിശ്വാസത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഈ വചനം നമുക്ക് കേൾക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ബ്ലെസ്സിങ് ആക്കി ദൈവത്തിൻ്റെ ആത്മാവ് ഈ വചന ശുശ്രൂഷയെ മാറ്റാൻ പോവുകയാണ്. നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ആലോചന ഇതാണ്. എസെക്കേൽ പ്രവചനം 37 അധ്യായം അതിൻ്റെ 3-ാമത്തെ വചനം ഇങ്ങനെയാണ് പറയുന്നത്. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പൊ പ്രവാചകനായ എസെക്കേലിനോട് ചോദ്യമാണ്, ഈ അസ്ഥികൾ ജീവിക്കുമോ? ക്യാൻ ദീസ് ബോൺസ് ലിവ്? ഈ അസ്ഥികൾ ജീവിക്കുമോ? അതിന് പ്രവാചകൻ കൊടുത്ത ആൻസർ ഇതാണ്: യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. ലോർഡ് ഗോഡ്, യു നോ. നിനക്കറിയാം കർത്താവേ. ഹല്ലേലൂയ. ഇന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്ന ആലോചന ഇതാണ്. നമ്മുടെ പ്രശ്നത്തിൻ്റെ, പ്രതിസന്ധിയുടെ പരിഹാരം കർത്താവിലുണ്ട്. അപ്പം നമ്മുടെ പ്രശ്നത്തിൻ്റെ പരിഹാരം ആരുടെ കയ്യിലുണ്ട്? നമ്മുടെ നല്ല കർത്താവിൻ്റെ കരങ്ങളിൽ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ട്. ഇന്നെൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ ഏതെങ്കിലും ചോദ്യചിഹ്നത്തിൻ്റെ എങ്ങനെ നടക്കും, എങ്ങനെയാകും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതിൻ്റെ മധ്യത്തിലാണോ നിങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കുന്നത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കും. നമ്മുടെ പ്രശ്നത്തിൻ്റെ, പ്രതിസന്ധിയുടെ പരിഹാരം കർത്താവിൻ്റെ കരങ്ങളിൽ ഇരിക്കുകയാണ്. അപ്പൊ ആ പ്രവാചകനോട് കർത്താവ് ചോദിക്കുന്നുണ്ട്, ഈ അസ്ഥികൾ ജീവിക്കുമോ? ആൻസർ ആണ്, ലോർഡ് ഗോഡ്, യു നോ. കർത്താവെ, നീ അറിയുന്നു. നിനക്ക് അതിനെന്തുണ്ട്? ആൻസർ ഉണ്ട്. കർത്താവിൻ്റെ സന്നിധിയിൽ പരിഹാരമുണ്ട്. അപ്പൊ ഇന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്ന, തുറന്ന മിനിറ്റുകൾ കേൾക്കുന്നവരോട് ദൈവാത്മാവ് സംസാരിക്കുന്നത് പരിഹാരം. പലതിനെ ഓർത്ത് വേദനപ്പെടുന്ന തലമുറ ഓർത്തായിരിക്കാം, ഭാവി ഓർത്തായിരിക്കാം, ജീവിതത്തിൻ്റെ അനുഭവങ്ങളായിരിക്കാം, കുടുംബത്തിൻ്റെ ആയിരിക്കാം, ഏത് തുറകളുള്ള അനുഭവം ആയിക്കോട്ടെ, പരിഹാരം കർത്താവിൻ്റെ കരങ്ങളുണ്ട്. ചില വിഷയത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്കറിയില്ല എന്താണ്, എങ്ങനെയാണ്. ഇന്നും അങ്ങനെ അനിശ്ചിതത്തോടെ ആയിരിക്കുന്ന നിങ്ങളോട് ദൈവം സംസാരിക്കുന്നു. നിങ്ങൾക്കറിയില്ല, കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കുക. കർത്താവിൻ്റെ സന്നിധിയിൽ ആ പ്രശ്നത്തിന് എന്തുണ്ട്? പരിഹാരമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഈ വചനം വളരെ പ്രസിദ്ധമായ ദൈവത്തിൻ്റെ വചനമാണ്. എസെക്കേൽ 37 അധ്യായം 1-2 വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഞാൻ ആ വായിച്ചതിൻ്റെ പശ്ചാത്തലം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിനാൽ എന്നെ പുറപ്പെടുപ്പിച്ചു. ദൈവത്തിൻ്റെ കൈ വന്നു, ആത്മാവിനെ പുറപ്പെടുപ്പിച്ചു. എവിടെ കൊണ്ട് നിർത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, താഴ്വരയുടെ നടുവിൽ കൊണ്ട് നിർത്തി. എന്നിട്ട് അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായിരുന്നു. അപ്പൊ കൊണ്ട് നിർത്തിയിരിക്കുന്നത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു അനുഭവം. ഇതേപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ കരത്താൽ ജീവിതയാത്ര തുടങ്ങി, ദൈവത്തിൻ്റെ ആത്മാവിനാൽ ചില ചലനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തുണ്ടായി. പക്ഷെ ഇപ്പോൾ നമ്മൾ വന്ന് നിൽക്കുന്നത് അസ്ഥി എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട ഉണങ്ങിയ ഒരു അവസ്ഥയാണ് അസ്ഥി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അസ്ഥിയുടെ അനുഭവം പോലത്തെ ജീവിതാനുഭവങ്ങളിലായിരിക്കാം നമ്മുടെ ജീവിതയാത്ര വന്നു നിൽക്കുന്നത്. അതിന് 2-ാമത്തെ വചനം വായിക്കുന്നത്, ഹല്ലേലൂയ, അവയുടെ ഇടയിൽ കൂടെ എന്നെ ചുറ്റി നടത്തുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ ഏറ്റവും അധികമായിരുന്നു.
അവ ഏറ്റവും അധികം ഡ്രൈ ആയിരിക്കുന്ന, ഉണങ്ങിയിരിക്കുന്ന അവസ്ഥയാണ്. അത് ഒത്തിരി ഉണ്ട്, ഒന്നും രണ്ടും അല്ല, ഒത്തിരി ഉണങ്ങിയ അസ്ഥികളാണ്. അത് ഒത്തിരി ഉണ്ട്, ഏറ്റവും ഉണങ്ങിയ അവസ്ഥയിലാണ്. അപ്പം വെറുതെ വന്നതല്ല, ദൈവത്തിന്റെ കയ്യാൽ ഒരു പുറപ്പാട് വന്നതാണ്, ദൈവത്തിന്റെ ആത്മാവിനാൽ സംഭവിച്ചതാണ്. പക്ഷെ നിൽക്കുന്നത് ഒരു വലിയ താഴ്വര, അതിൻ്റെ അകത്ത് മൊത്തം അസ്ഥികൾ നിറഞ്ഞിരിക്കുന്ന, ഉണങ്ങിയിരിക്കുന്നു. പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത ഒരു അനുഭവത്തെയാണ് കാണിക്കുന്നത്. ഇസ്രായേൽ ജനത്തിന്റെ അനുഭവത്തെ കാണിക്കുകയാണ്. അവിടെ നിന്നുകൊണ്ടാണ് ചോദ്യം, ഈ അസ്ഥികൾ ജീവിക്കുമോ? അപ്പൊ പ്രവാചകൻ പറയാ, എൻ്റെ കാര്യം നോക്കിയാൽ, ഞാൻ ചിന്തിച്ചാൽ, ഇപ്പോൾ ഇങ്ങോട്ട് നോക്കിയാൽ ജീവിക്കത്തില്ലെന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം അത്രയ്ക്ക് ഉണങ്ങിയിരിക്കുന്ന, ഏറ്റവും അധികമായിരിക്കുന്നത്. പക്ഷെ കർത്താവേ, നീ അറിയുന്നു, നിന്നെ കൊണ്ടത് സാധിക്കും. ഹല്ലേലൂയ. ഈ എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് ഇതുപോലെ കഴിഞ്ഞ നാളുകളിൽ നല്ലതായി തുടങ്ങി, പുറപ്പെട്ടു, എത്തി. പക്ഷെ ഇപ്പോൾ നിൽക്കുന്ന ഈ താഴ്വര, ഉണങ്ങിയ അസ്ഥികളായി നിൽക്കുന്ന അവസ്ഥകൾ നിങ്ങൾ നോക്കുമ്പോൾ, നിങ്ങളെ മറ്റുള്ളവർ നോക്കുമ്പോൾ നിങ്ങൾ നിൽക്കുന്നത് ഉണങ്ങിയ അവസ്ഥയിലാണ്. ഒരിക്കലും ഒരു സാധ്യതകളില്ലാത്ത ഒരനുഭവത്തിലാണ്. എൻ്റെ ശബ്ദം കേൾക്കുന്ന ദൈവകുഞ്ഞെ, മാതാവേ, പിതാവേ, അഭിഷത്തനെ, കർത്തൃദാസിമാരെ, നിങ്ങൾ ആരുമായിക്കോട്ടെ, നിങ്ങളുടെ അനുഭവങ്ങൾ എന്തുമായിക്കോട്ടെ, ഏതവസ്ഥയിലും നമ്മുടെ പ്രശ്നത്തിന്റെ പരിഹാരം കർത്താവ്. നമ്മളിലേക്ക് നോക്കിയാൽ, നമ്മുടെ ആ പ്രശ്നത്തിലേക്കൊക്കെ നോക്കിയാൽ, ആ പ്രശ്നവും നമ്മളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് നിരാശ വരാൻ ഒത്തിരി സാധ്യതകളുള്ള, അവിടെ നിന്നുകൊണ്ട് ആ പ്രവാചകൻ പറഞ്ഞ ശബ്ദത്തെ നമുക്ക് കർത്താവ് നീ അറിയുന്ന വെച്ചാൽ പ്രശ്നത്തിന്റെ പരിഹാരം എൻ്റെ കർത്താവിങ്കൽ ഉണ്ട്. ഈ ശബ്ദം കേൾക്കുന്ന ഒത്തിരി ഹൃദയങ്ങളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി സംസാരിക്കുക. നിങ്ങളെ അലട്ടുന്ന, നിങ്ങൾ കടന്നു പോകുന്ന മാനസിക സമ്മർദ്ദം വെളിപ്പെടുന്ന, നിങ്ങളുടെ പിരിമുറുക്കുന്ന, നിങ്ങളുടെ വേദനയുടെ, കയ്പിന്റെ, ഒറ്റപ്പെടലിന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ പ്രശ്നത്തിന്റെ പരിഹാരം, ആ സൊല്യൂഷൻ എൻ്റെ കർത്താവുണ്ട്, കർത്താവിൻ്റെ കരങ്ങളിലുണ്ട്. ഏത് പരീക്ഷയിലൂടെ പോക്കുവരി, വേ ഔട്ട്, നിനക്ക് പുറത്തു വരാൻ വഴി കാണിച്ചു തരുന്ന, വഴിയുള്ള ഒരു നല്ല കർത്താവാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു വചനം എന്ന് പറയുന്നത്, കർത്താവ് യേശുക്രിസ്തു പറയാണ്, മത്തായി 11:28 പറയുന്നുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ, ഞാൻ നിനക്ക് റെസ്റ്റ് തരാമെന്ന് പറഞ്ഞത്. അപ്പൊ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന അങ്ങനെ ഒരു അനുഭവത്തിലായിരിക്കുന്ന വ്യക്തിജീവിതങ്ങളോട് പറയുകയാണ്, ഹല്ലേലൂയ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ആമേൻ. അപ്പൊ കർത്താവിന്റെ പ്രോമിസാണ് പ്രിയപ്പെട്ടവരെ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ആശ്വാസം കണ്ടെത്തേണ്ട ചില മണ്ഡലങ്ങൾ, സ്വാരിക്കുന്ന, ഭാരം ചുമക്കുന്ന, വേദനപ്പെടുന്ന, ഉണങ്ങിയ അസ്ഥികൾ പോലെ നിൽക്കുന്ന ചില അനുഭവങ്ങൾ ഇതിന്റെ മധ്യത്തിലാണ് നിൽക്കുന്നത്. പക്ഷെ അവിടെ കർത്താവിന്റെ അടുത്തേക്ക് വരുവൻ. ഹല്ലേലൂയ. സ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായോവേ, നിങ്ങൾ എൻ്റെ അടുക്കലും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്നാണ് കർത്താവ് പറയുന്നത്. ഹല്ലേലൂയ. ജീവിതത്തിൽ ഒരു ആശ്വാസം കണ്ടെത്താൻ പറ്റാതെ വേദനപ്പെടുന്നവരാണോ നിങ്ങളുടെ ജീവിതം? ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു. ആശ്വാസം, ആ പ്രശ്നത്തിന്റെ പരിഹാരം എൻ്റെ കർത്താവിൻ്റെ കരത്തിലുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്നവരെ, ആ പ്രവാചകൻ പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവേ നീ അറിയുന്നു. ഉണങ്ങിയ അസ്ഥികൾ. പക്ഷെ നമുക്കറിയാം അവിടെ സംഭവിച്ചത് എന്താണ്? ആ ഉണങ്ങിയ അസ്ഥികൾ ദൈവത്തിന്റെ പ്രവൃത്തിയാൽ, ദൈവം പറഞ്ഞതുപോലെ ചെയ്തപ്പോൾ, ആ വാക്കനുസരിച്ച് വചനം വിളിച്ചു പറഞ്ഞപ്പോൾ, ആത്മാവിന്റെ കാറ്റടിച്ചപ്പോൾ സംഭവിച്ചത്, ഉണങ്ങിക്കിടന്നത്, ഹല്ലേലൂയ, ഒരു വലിയ ഡ്രൈ ബോൺസായി ഒത്തിരി കടന്നത് ഒരു ബറ്റാലിയനായി എഴുന്നേൽപ്പാൻ ഇടയായി. ഹല്ലേലൂയ. അത്ഭുതകരമായ ഒരു ദൈവപ്രവൃത്തിയായി കർത്താവ് അതിനെ മാറ്റി. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത്, ഹല്ലേലൂയ, എന്തനുഭവമായിക്കോട്ടെ, ആ പ്രശ്നത്തിന് പരിഹാരം തരാൻ, ഹല്ലേലൂയ, ഒരു ബോൺസ് അസ്ഥിയായിരിക്കുന്നു, പക്ഷേ ഒരു ബറ്റാലിയനായി, ഒരു ഫിഗർ ഇല്ലാതെ വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുന്നതാണ്. പക്ഷേ ഒരു ഏറ്റവും നല്ല, ബ്യൂട്ടിഫുള്ളായ, മനോഹരമായ, അത്ഭുതകരമായി മാറ്റുന്ന, ഹല്ലേലൂയ, ഒരു സ്ട്രോങ് ആയ ഒരു അനുഭവത്തിലേക്ക് മാറ്റുവാൻ ദൈവത്തിൻ്റെ ആത്മാവിന് സാധിച്ചു. നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് പ്രശ്നത്തിന്റെ പരിഹാരം കർത്താവിന്റെ കരങ്ങൾ. നമുക്ക് കുറവുണ്ടായിരിക്കാം, നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ സംഭവിച്ചിരിക്കും. ഓടി എന്ത് ചെയ്യണം? യാക്കോബ് അപ്പോസ്തലൻ പറയുന്നു, യാക്കോബ് 1:5 ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങളിൽ ഒരുത്തിന് ജ്ഞാനം കുറവാണെങ്കിൽ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് യാചിക്കട്ടെ,
അപ്പോൾ അവന് ലഭിക്കും. നിന്റെ ജീവിതത്തിൻ്റെ അകത്ത് നിനക്കൊരു കുറവ് അനുഭവിക്കുന്നെങ്കിൽ പിറുപിറുക്കാതെ, മറ്റു പതിലേക്ക് നോക്കാതെ, ആരെയും പഴിചാരാതെ, നമ്മൾ അങ്ങനെ നിന്നിട്ട് കാര്യമില്ല. പക്ഷെ എല്ലാം ഔദാര്യമായി തരുന്ന, ധാരാളമായി തരുന്ന, ഹല്ലേലൂയ, ആ കർത്താവിനടുത്ത് വന്ന് വിശ്വാസത്തോടെ ചോദിക്കട്ടെ, അവനത് ലഭിക്കും. അപ്പൊ നമ്മുടെ പ്രശ്നത്തിന്റെ പരിഹാരം, നമുക്ക് കുറവുള്ള മണ്ഡലങ്ങൾ, കാരണം എല്ലാ നല്ല ദാനങ്ങളും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നുവെന്ന് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് പ്രതിസന്ധി വരുമ്പോൾ ആ പ്രതിസന്ധിയിലേക്ക്, ആ സാഹചര്യത്തിലേക്ക് നോക്കിയാൽ നമ്മളെല്ലാം നിരാശപ്പെടാതെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ അകത്ത്, അനുദിന ജീവിതത്തിൽ നിരാശപ്പെടുത്തുന്ന ഒത്തിരി അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അതിലേക്ക് നോക്കാതെ ഈ ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ പറ്റുന്ന, പരിഹരിക്കാൻ പറ്റുന്ന, അതിൻ്റെ മധ്യത്തിലും ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. തീച്ചൂളയുടെ മധ്യത്തിലും 3 പേരെ ബന്ധസ്ഥനായി ഇട്ടപ്പോഴും അതിൻ്റെ മധ്യത്തിൽ 4-മനായി ഇറങ്ങി വരാൻ പറ്റുന്ന ഒരു സർവശക്തനായ കർത്താവ്. ഹല്ലേലൂയ. ആ ദൈവത്തെ നമ്മൾ സേവിക്കുന്നു. ആ കർത്താവ് ഇന്നും ജീവിക്കുന്നു വാത്സല്യ പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. അപ്പം നമുക്ക് ആ പ്രശ്നത്തെ നോക്കാതെ അതിന് പരിഹാരമായ കർത്താവെങ്കിലേക്ക് നോക്കുമെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്തൊരു അത്ഭുതത്തെ കാണാൻ പറ്റും. സങ്കീർത്തനം 55:22, Psalms 55:22 ബൈബിൾ പറയുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകാൻ അവൻ ഒരു നാളും സമ്മതിക്കത്തില്ല. നമ്മുടെ ബേർഡൻ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കും. ഹല്ലേലൂയ. അവൻ നിന്നെ പുലർത്തും. ഹല്ലേലൂയ. നമ്മൾ മൂവ് ആവാൻ, നമ്മൾ സഫർ ആവാൻ, തകർന്നു പോകാൻ ഈ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. അതായത് നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വിഷയം കൊടുത്താൽ, കർത്താവിൻ്റെ മുമ്പിലേക്ക് ആ വിഷയത്തെ ഏൽപ്പിച്ചാൽ ഒരു കാര്യം ഉറപ്പാണ്, ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത, ആരെ കൊണ്ടും തീർക്കാൻ പറ്റാത്ത വിഷയത്തെ, ഹല്ലേലൂയ, മെഡിക്കൽ സയൻസിനും മനുഷ്യനും, ഹല്ലേലൂയ, ഒതുക്കാൻ പറ്റാത്ത, പരിഹരിക്കാൻ പറ്റാത്ത, അതോറിറ്റീസിന് പറ്റാത്ത ചില വിഷയങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാമോ? ഹല്ലേലൂയ. കർത്താവ് ആ വിഷയത്തെ പരിഹരിച്ചിരിക്കും. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം പരിശോധിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ സംഭവത്തെ കാണാൻ സാധിക്കും. അതായത് യേശു കർത്താവ് പടകിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഗദരദേശത്ത് എത്തിയ ഒരു അനുഭവം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യൻ തന്നെ അടുത്തേക്ക് വരുന്ന കല്ലറയിൽ നിന്നും എതിരേൽക്കുന്ന ഒരു അനുഭവത്തെ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ അതിൽ ആ ഒരു വാക്കാണ് പറയാൻ പോകുന്നത്. ഇന്ന് പരിശുദ്ധമോ സംസാരിക്കുന്നത് അവരുടെ പാർപ്പ് കല്ലറയിലായിരുന്നു. ആ വാക്ക് 5:3 ശ്രദ്ധിച്ചോണം. ആർക്കും അവനെ ചങ്ങല കൊണ്ട് ബന്ധിക്കാൻ സാധിക്കുന്നില്ല, ആർക്കും ഒതുക്കാൻ പറ്റുന്നില്ല. അതാ പറഞ്ഞ, മനുഷ്യനും മെഡിക്കൽ സയൻസിനും മറ്റ് സംവിധാനങ്ങൾക്കും പറ്റാത്തത്, പരിഹരിക്കാൻ പറ്റാത്തത്, ഒതുക്കാൻ പറ്റാത്ത വിഷയത്തെ എൻ്റെ കർത്താവിന് പരിഹരിക്കാൻ സാധിക്കും. എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് അങ്ങനെ ഏതെങ്കിലും ഒരു വിഷയത്തിനകത്താണ് ഞാൻ ആയിരിക്കുന്നത്, ഞാൻ ഭാരപ്പെടുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഏതെങ്കിലുമൊക്കെ രോഗത്തിൻ്റെ അവസ്ഥയിലാണോ? എൻ്റെ കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കും. നമ്മുടെ ദൈവം സൗഖ്യദായകനാണ്, ഹീലറാണ്. ഹല്ലേലൂയ. രോഗശാന്തിയും ആരോഗ്യവും നൽകുന്ന കർത്താവാണ്. ഈ ശബ്ദം കേൾക്കുമ്പോൾ നിയോഗത്തോടെ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ കാണുന്നവരും തുടർന്ന മിനിറ്റുകളിൽ വ്യത്യസ്ത മീഡിയകളിൽ കാണാൻ പോകുന്നവർക്കും പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു. പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് എന്ത് വിഷയമായിട്ട്, പ്രത്യേകിച്ച് സൗഖ്യമില്ലാതെ ഭാരപ്പെടുന്ന ചില വിഷയങ്ങൾ, കർത്താവിൻ്റെ അടിപ്പിണരാൽ കർത്താവ് സൗഖ്യത്തെ അയക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. രോഗങ്ങളെ വഹിച്ചവൻ, വേദനകളെ ചുമന്നവൻ, അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യമുണ്ടെന്നാണ് ബൈബിൾ പറയുന്നത്. ഇപ്പോൾ തന്നെ ലോർഡ് ഐ പ്രേ റൈറ്റ് നൗ, ഹല്ലേലൂയ, കർത്താവേ നിന്റെ ഹീലിംഗ് പവർ, കർത്താവേ ദൈവത്തിൻ്റെ വചനത്താൽ അടിപ്പിനാൽ സൗഖ്യമുണ്ടല്ലോ, ആ വചനം അയച്ചു പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൻ്റെ അകത്ത് പരിഹരിക്കാൻ മരുന്നെടുത്തിട്ടും മെഡിസിൻ എടുത്തിട്ടും പരിഹരിക്കാൻ പറ്റാത്ത, കുറവില്ലാത്ത ചില വിഷയത്തിന് മേൽ ഒരു മിറക്കിൾ ഹീലിംഗ് യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവരുടെ ജീവിതത്തിന് മേൽ, തുടർന്ന് മിനിറ്റുകൾ കാണുന്നവരുടെ ജീവിതത്തിന് മേൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ വലിയ സാക്ഷ്യമുള്ളവാതിനായി ഉച്ച മുതൽ ഉള്ളംകാല് വരെ ദൈവശക്തി വ്യാപരിക്കുന്നതിനായി സ്തോത്രം. ആമേൻ. വിശ്വസിക്കുക, കർത്താവിനാൽ അത് സംഭവിച്ചിരിക്കും നിശ്ചയം. ഹല്ലേലൂയ. അപ്പം
പാർപ്പ് കല്ലറയിലായിരുന്നു, ആർക്കും ബന്ധിച്ചുകൂടാൻ പറ്റാത്ത അവസ്ഥ. പലപ്പോഴും അവനെ ചങ്ങല കൊണ്ടൊക്കെ ബന്ധിച്ചാലും അവൻ അത് വലിച്ചു പൊട്ടിക്കും. 5:4 പറയുന്നു, ആർക്കും അവനെ അടക്കുവാൻ ഒതുക്കുവാൻ സാധിച്ചില്ല. ഹല്ലേലൂയ. ഇത് തന്നെ ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നത്. പലർക്കും പരിഹരിക്കാൻ പറ്റാത്ത, ആർക്കും ഒതുക്കാൻ പറ്റാത്ത, ആർക്കും നിലനിർത്താൻ പറ്റാത്ത ഈ വിഷയത്തെ പരിഹരിക്കാൻ കർത്താവിന് സാധിക്കും. അതാ പ്രവാചകൻ ഹല്ലേലൂയ എസെക്കിയേൽ പറഞ്ഞത്, കർത്താവേ നീ അറിയുന്നു, നിനക്കറിയാം ഹല്ലേലൂയ ഈ അസ്ഥികൾ ജീവിക്കുമോ ഇല്ലയോ എന്ന്, നിന്നാൽ അത് സാധിക്കും. ഹല്ലേലൂയ. ഇന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആർക്കും ഒടുക്കാൻ പറ്റാത്ത, പരിഹരിക്കാൻ പറ്റാത്ത, കുറെ നാളായി നിന്റെ ജീവിതത്തിൽ അത് പരിഹരിക്കാൻ പറ്റാതെ കടന്നു പോകുന്ന ചില വിഷയങ്ങളുണ്ടല്ലോ, ശക്തമായ ആത്മാവിൽ ഈ വചനത്തിന്റെ നിറവിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നു, അത് പരിഹരിക്കാൻ കർത്താവിന് സാധിക്കും. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തോ, കർത്താവ് അതിൻ്റെ അകത്ത് ഒരു ആശ്വാസത്തെ നൽകിയിരിക്കും. ഹല്ലേലൂയ. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് തുറന്ന മിനിറ്റുകൾ ശ്രദ്ധിച്ചോളാം, എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പരിഹരിക്കാൻ പറ്റാത്ത വിഷയത്തെ ദൈവം ഇറങ്ങി വന്ന് പരിഹരിക്കും. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാൻ പറയുന്നു. എങ്ങനെ ആ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിനകത്ത് അനുഭവിക്കാൻ സാധിക്കും? നമുക്കറിയാം ദൈവത്താൽ പരിഹാരമുണ്ടെന്ന്, പക്ഷെ അതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കും? ഹല്ലേലൂയ. കർത്താവ് ചോദിച്ചപ്പോൾ എസെക്കിയേൽ പറഞ്ഞത്, കർത്താവ് നീ അറിയുന്നു. പക്ഷെ അതിന് കർത്താവ് ചില കാര്യങ്ങൾ പറഞ്ഞു. അതുപടി ചെയ്തപ്പോൾ, ഒബേ ചെയ്തപ്പോൾ, അനുസരിച്ചപ്പോൾ അസാധ്യമെന്നും നടക്കത്തിൽ നിന്നും ചിന്തിക്കുന്നതാണ് അത്ഭുതകരമായി ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഒരു വലിയ മാറ്റം ഉണ്ടായത്. ആമേൻ. അങ്ങനെയാണെങ്കിൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എങ്ങനെ ഒരു മിറക്കിളിലേക്ക് അസാധ്യമെന്നൊരു മണ്ഡലത്തിൽ നിന്ന് ഒരു അത്ഭുതത്തിലേക്ക് വരും നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, നമ്മൾ അനുസരിക്കുമ്പോൾ, ഒബേ, നമ്മുടെ അനുസരണം നമ്മുടെ വിഷയത്തിൻ്റെ അകത്ത് ദൈവത്താൽ അത്ഭുതം കൊണ്ടുവരും. പരിഹരിക്കാൻ പറ്റാത്ത, നടക്കത്തിൽ നമ്മൾ ചിന്തിക്കുന്ന വിഷയത്തിൻ്റെ അകത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ അനുസരണം ഉണ്ടല്ലോ, കർത്താവ് പറയുന്ന അനുസരിക്കുന്ന, അവിടെ അത്ഭുതത്തെ കാണാൻ സാധിക്കും. നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിൽ ഒരു ക്ഷാമം ഉണ്ടാകുന്നുണ്ട്. ഇസഹാക്കിൻ്റെ ജീവിതത്തിൻ്റെ കാലയളവിൽ ഒരു ക്ഷാമം ഉണ്ടാകുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് ക്ഷാമത്തിൽ എന്ന് പറയുമ്പോൾ വിതയ്ക്കുന്ന കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അന്നത്തെ ഏറ്റവും വരുമാന മാർഗങ്ങളും കാര്യങ്ങളും കൃഷിയാണ്. അപ്പം ക്ഷാമമുള്ള സമയത്ത് ഉണങ്ങി വരേണ്ട സ്ഥലത്ത്, വെള്ളമില്ലാത്തടത്ത് വിത്ത് വിതച്ചിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ ഇസഹാക്ക് വിചാരിച്ചു മിസ്രൈമിലേക്ക് പോകാം, അവിടെ പോയി വിത്ത് വിതയ്ക്കാം. നോർമലി അങ്ങനെ ചിന്തിക്കുന്നത്. പക്ഷെ ദൈവം പ്രത്യക്ഷനായിട്ട് പറഞ്ഞു, നീ അങ്ങോട്ട് പോകരുത്, നീ ഇവിടെ നിൽക്കേ, ഞാൻ നിന്റെ കൂടെ നിൽക്കാം, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം, ഞാൻ വന്നെ വർദ്ധിപ്പിക്കാം. പ്രയാസമുള്ള ഒരു കാര്യമാണ്. കാരണം നോർമലി ആ ക്ഷാമം ഉള്ളിടത്തല്ലല്ലോ നിൽക്കേണ്ടത്, ക്ഷാമം ഇല്ലാത്തടത്ത് പോയി നിന്ന് അല്ലെങ്കിൽ അവിടെ വിതയ്ക്കുമ്പോഴാണല്ലോ വരുന്ന ദിവസങ്ങളിലേക്ക് ഒരു അനുഗ്രഹമായി മാറുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ വചനം ശ്രദ്ധിക്കുമ്പോൾ ദൈവം പറയാണ്, അവിടെ നിൽക്കേ, അവിടെ തന്നെ നിൽക്കേ. ഇത് തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ചില അത്ഭുതങ്ങൾ കാണുന്നത് നമ്മൾ ദൈവത്തിൻ്റെ വാക്കനുസരിക്കുന്ന. പ്രശ്നം ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത വിഷയമാണ്. പക്ഷെ എപ്പോഴാണ് ദൈവത്തിൻ്റെ ഇടപെടൽ വെളിപ്പെടുന്നത്, എപ്പോഴാണ് ദൈവത്തിൻ്റെ അത്ഭുതകരം ചലിക്കുന്നത്? ഒന്ന് നമ്മൾ അനുസരിക്കുമ്പോൾ. നോർമലി അവിടെ അല്ല വിതയ്ക്കേണ്ടത്, പക്ഷേ നമുക്കറിയാം ഇസഹാക്ക് ആ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് അനുസരിച്ചപ്പോൾ മനുഷ്യബുദ്ധിക്കപ്പുറമായി സൂപ്പർ നാച്ചുറായ ഒരു വിടുതലാണ് അവിടെ സംഭവിക്കുന്നത്. അവിടെ ആ ആണ്ടിൽ വിതച്ചു 100 മേനി കൊയ്ത്തിലേക്ക് വർദ്ധിച്ച് ധനവാനായി മറ്റുള്ളവർക്ക് അസൂയ തോന്നുമാർ ഒരു ഗ്രോത്ത്, വർധനവ് ദൈവം ആ മനുഷ്യന് കൊടുത്തു. അപ്പം പരിഹരിക്കാൻ പറ്റത്തില്ല, നടക്കത്തില്ല, സ്വയം വഴി എടുത്തതാണ്, സ്വന്തമായ ഒരു പ്ലാൻ ഉണ്ടാക്കിയതാണ്. പക്ഷെ ആ പ്ലാനിനേക്കാൾ അപ്പുറമായ ഒരു സക്സസ് പ്ലാൻ ദൈവം കാണിച്ചു കൊടുത്തു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വഴിയാണ്. അപ്പോൾ ഒന്ന് അനുസരണമാണ്. പരിഹരിക്കാൻ പറ്റാത്ത വിഷയത്തിൽ, നമ്മളെ കൊണ്ട് പറ്റാത്ത വിഷയത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് ഒരു അനുസരണമാണ്. പുതിയ നിയമത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാവുന്നതാണ് പച്ചവെള്ളത്തെ വീഞ്ഞായ അനുഭവം. അവിടെ എന്താണ് സംഭവിച്ചത്? അവിടെ ഒരു ഒബീഡിയൻസ്, അനുസരണമാണ്. ഒരു വിരുന്ന് വീട് നടക്കുന്നു, പെട്ടെന്ന് വീഞ്ഞു തീരുന്നു. അന്നത്തെ പശ്ചാത്തലം അനുസരിച്ച് ആതിഥ്യ മര്യാദ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വരുന്ന ഗസ്റ്റുകൾക്ക് വീഞ്ഞില്ലാതെ അവരെ അങ്ങനെ മാറ്റുന്ന ഒരു അവസ്ഥ, ഇല്ലാതെ പറഞ്ഞു വിടുന്ന അവസ്ഥ ആലോചിച്ച് നോക്ക്. എല്ലാവരും പറയും ശാപം പിടിച്ച വീടാന്ന് പറയും, ആ വിവാഹത്തിന് എന്തോ കുഴപ്പമുണ്ടെന്ന് പറയും, ഇതുവരെ പോയിട്ട് ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ലെന്ന് പറയും, എന്തെങ്കിലുമൊക്കെ ആൾക്കാർ പറയും.
അതൊരു നന്മയല്ല, തിന്മയുടെ കാര്യമാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു വലിയ പ്രതിസന്ധിക്കകത്തിരിക്കുന്ന വ്യക്തികൾ, കുടുംബങ്ങൾ, അവിടെ എന്താ സംഭവിച്ചേ? ഹല്ലേലൂയ. യേശുവിന്റെ അമ്മ മറിയം പറയുന്നുണ്ട്, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് നിങ്ങൾ അനുസരിക്കുക. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ഞാൻ ലജ്ജിച്ചു പോകുമോ, ഈ വിഷയത്തിൽ ആർക്കും പരിഹരിക്കാൻ പറ്റത്തില്ല, ഞാൻ തകർന്നു പോകും എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന വിഷയത്തിന്റെ മധ്യത്തിലുണ്ടല്ലോ, അവിടെ കർത്താവിന് എന്തോ നമ്മോട് സംസാരിക്കാനുണ്ട്. ആ വാക്ക് നമ്മൾ അനുസരിച്ചാൽ തുടർന്ന മിനിറ്റുകളിൽ കാണാൻ പോകുന്നത് അസാധാരണമായ ഒരു വിടുതലാണ്. ഹല്ലേലൂയ. അതിശയിപ്പിക്കുന്ന ഒരു ദൈവപ്രവൃത്തിയാണ്. ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത, എങ്ങനെ നടക്കും എന്ന് ചിന്തിക്കുന്ന ആ വിഷയത്തിൻ്റെ അകത്ത് നമ്മൾ ദൈവത്തിന്റെ വാക്ക് അവരനുസരിച്ചപ്പോൾ എന്താണ്, വെറും പച്ചവെള്ളത്തെ വീഞ്ഞായി കുടിച്ചവരെന്താ പറഞ്ഞു, ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല, എന്ന ടേസ്റ്റ് ഉള്ള വീഞ്ഞ. ഇപ്പോൾ എന്തായിരിക്കും പറയുന്നത്, യോ ഇങ്ങനൊരു കല്യാണത്തിന് പോയി, വിവാഹ സൽക്കാരം എന്ത് ഭയങ്കരമായിരുന്നു, ഇതുപോലൊരു വീഞ്ഞ് കുടിച്ചിട്ടില്ല എന്ന് പറയുന്ന അനുഭവത്തിലേക്ക് എത്തി. എന്നാൽ ആ അത്ഭുതം നടന്നില്ലായിരുന്നെങ്കിലോ ആൾക്കാർ പറഞ്ഞ ഇതുപോലൊരു ശാപം പിടിച്ച കുറവുള്ള ഒരു വിവാഹത്തിന് ഇതുവരെ പോയിട്ടില്ല എന്ന് പറയും. അപ്പം ആ പറയേണ്ടതിനെ അങ്ങനെ ആകേണ്ട ഒരു അവസ്ഥയെ തിരിച്ചു മാറ്റി ഒരു മിറക്കിളായി മഹത്വമാക്കി ദൈവത്തിന്റെ ആത്മാവ് മാറ്റി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ചില പ്രതിസന്ധി കൂടെ, ചില വേദനകളിൽ കൂടെ കടന്നു പോകുമ്പോൾ ഈ പ്രശ്നത്തിന് പരിഹാരമില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ വെയിറ്റ് ചെയ്ത് ദൈവശബ്ദം കേൾക്ക്. കർത്താവിന് എന്തോ കൽപ്പിക്കാനുണ്ട്, പറയാനുണ്ട്. അത് നമ്മൾ അനുസരിച്ചാൽ അതിന്റെ വിടുതൽ എന്ന് പറയുന്നത് ഏറ്റവും മഹത്തരായിരിക്കും. പിന്നീട് നമ്മൾ പറയും, അപ്രതിസന്ധി വന്നത് ഏറ്റവും അത്ഭുതമായല്ലോ, ഏറ്റവും ജയമായല്ലോ, എന്തും മഹത്വമുള്ള അനുഭവമായല്ലോ എന്ന് നിശ്ചയമായി പറയും. അപ്പം ഒന്ന്, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നമ്മൾ അനുഭവിക്കുന്ന ആ വലിയ പ്രതിസന്ധിയെ, ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത വിഷയത്തെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആ കർത്താവ് എന്ത് പറയുന്നോ അതനുസരിച്ചാൽ അത്ഭുതത്തെ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ടുവരും. രണ്ട്, നമ്മുടെ ജീവിതത്തിൽ പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രതിസന്ധിക്കകത്താണോ നമ്മൾ നിൽക്കുന്നത്, നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഒന്ന് അനുസരിക്കുക. രണ്ട്, നമ്മുടെ പ്രാർത്ഥന. ആ പ്രാർത്ഥനയെ ദൈവം ഒരു വഴി കാണിച്ചു തരും, അല്ലെങ്കിൽ ദൈവം ചിലത് ഡോർ ഓപ്പൺ ആക്കി തരും. അപ്പൊ ചിലപ്പോൾ ആ പ്രതിസന്ധി നിൽക്കുമ്പോൾ തന്നെ അപ്പുറത്ത് ഒരു വഴി ദൈവം നിശ്ചയമായി തുറന്നു തരും. അപ്പോൾ പരിഹരിക്കാൻ പറ്റത്തില്ല, നടക്കത്തില്ല എന്ന് നിൽക്കുന്നതിൻ്റെ മധ്യത്തിൽ നാം പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി വഴിയെ തുറക്കും. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ ദൈവത്തിൻ്റെ ജനം, ഇസ്രായേൽ ജനം മോശയുടെ കീഴിൽ യാത്ര തിരിച്ച് അവർ ചെങ്കടൽ കടന്ന് പ്രയാണം ചെയ്ത് 15-22 ബൈബിൾ പറയുന്നു, അവർ ഷൂർ മരുഭൂമിയിലെത്തി. എന്നിട്ട് 3 ദിവസം വെള്ളം കിട്ടാതെ, 3 ദിവസം വെള്ളം കിട്ടാതെ അവർ അലഞ്ഞു നിൽക്കുന്നൊരവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്ക്. യാത്ര തിരിച്ചു, പക്ഷെ തുടർന്നുള്ള മിനിറ്റുകളിൽ വെള്ളം കിട്ടാത്ത. ഇതേപോലെ നമ്മുടെ ജീവിതയാത്രകൾ തുടങ്ങി. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വിളി കേട്ട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പന കേട്ട്, ആലോചന കേട്ട് ഇസ്രായേൽ ജനം മോശയുടെ കൈക്കെതി യാത്ര തിരിച്ചു. പക്ഷെ ഇപ്പോൾ നിൽക്കുന്നത് ഒരു മരുഭൂമിയിൽ വന്ന അവസ്ഥയാണ്. ഇപ്പോൾ വെള്ളമില്ലാതെ അലയുന്നൊരവസ്ഥ. ഇതന്നെ പ്രവാചകൻ ദൈവത്തിൻ്റെ കൈ വന്ന് ആത്മാവിൽ പുറപ്പെട്ട്, പക്ഷെ വന്ന് നിന്നത് എവിടെ ആയിരുന്നു? താഴ്വരയിൽ. ഹല്ലേലൂയ. അസ്ഥികൾ ഏറ്റവും ഉണങ്ങിയിരിക്കുന്ന അവസ്ഥ. അപ്പൊ അതിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഇത് നടക്കുമോ എന്ന് ചോദിച്ചപ്പോൾ കർത്താവെ നീ അറിയുന്നെന്ന് പറഞ്ഞാൽ ഈ പ്രതിസന്ധിയുടെ മധ്യത്തിൽ കർത്താവിനൊരു പരിഹാരമുണ്ട്. എന്നെ ശബ്ദം കേൾക്കുന്ന ഒന്നും കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ചിലരോട് സംസാരിക്കുന്നു. ജീവിതയാത്രയിൽ ദൈവത്തിൻ്റെ കരത്താൽ ഇറങ്ങി തിരിച്ചു, ആത്മാവിനാൽ പുറപ്പെട്ടു. പക്ഷെ ഇപ്പോൾ നിൽക്കുന്നത് മരുഭൂമിയുടെ അലച്ചിലിൻ്റെ ഉണങ്ങിയ അവസ്ഥയിൽ നിൽക്കുന്നവരോട് പറയുന്നു, ദൈവത്തിൻ്റെ മിറക്കൽ കാണാൻ പോകുക. ആ പരിഹരിക്കാൻ പറ്റാത്ത വിഷയത്തെ നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ, ദൈവവാക്ക് അനുസരിക്കുമെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോ, ദൈവം അത്ഭുതത്തെ ചെയ്യും. അങ്ങനെ അവർ മരുഭൂമിയിൽ 3 ദിവസം വെള്ളം കിട്ടാതെ അലഞ്ഞു. ഇനി ശ്രദ്ധിച്ചോണം, 15-23 വായിക്കുമ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തെത്തി, മാറയിലെത്തി. പക്ഷെ അവിടുത്തെ പ്രത്യേകത എന്താ അറിയാമോ? മാറയിലെ വെള്ളം അവർക്ക് കുടിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് മാറ എന്ന് പേരിട്ടു. അപ്പം അലഞ്ഞു വന്നു, കിട്ടി. പക്ഷെ ഇപ്പൊ എന്തോ സംഭവിക്കുന്നത്, അത് കയ്പിന്റെ, ഒരിക്കലും അത് കുടിക്കാൻ പറ്റാത്ത കയ്പുള്ള ഒരു അനുഭവത്തിലേക്കാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു പ്രതീക്ഷിച്ചൊരു വിടുതൽ കാണുന്നു പ്രതീക്ഷിച്ചു, പക്ഷെ അത് കയ്പിൻ്റെയാണ്. ഹല്ലേലൂയ. അപ്പം ജനം പിറുപിറുക്കാൻ തുടങ്ങി. അപ്പം ജനം ഇളകി, ഞങ്ങൾ എന്തോ ചെയ്യണം? അപ്പം നമ്മൾ തരട്ട് വായിക്കുമ്പോൾ നമുക്കറിയാം, മോശെ യഹോവയോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു, അത് വെട്ടിയിട്ടു, ആ മാറയിലെ വെള്ളം മധുരമായി തീർന്നു. ഹല്ലേലൂയ. അപ്പൊ പ്രാർത്ഥിച്ചാൽ
നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം ദൈവം ഒരു വഴി കാണിച്ചു തരും. കയ്പെന്ന് ചിന്തിച്ചതാ, പക്ഷേ അത് ഏറ്റവും അനുഗ്രഹമാക്കുന്ന ഒരവസ്ഥയായിട്ട് എങ്ങനെ സംഭവിക്കും, എങ്ങനെ പരിഹരിക്കും എന്ന് ചിന്തിച്ചു. പക്ഷെ അത്ഭുതം നടന്നു. അതേപോലെയാണ് ഹല്ലേലൂയ അവർ മരുഭൂമിയിൽ യാത്ര ചെയ്തപ്പോൾ സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിൽ അറിയാം, അവർക്ക് ഇറച്ചി വേണമെന്ന് പറഞ്ഞു. ജനം പെറുവിറുത്തപ്പോൾ മോശെ ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ, ലക്ഷക്കണക്കിന് ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ട്, ഇവർക്ക് വേണ്ടി ഞാൻ എത്ര നാൾ ഈ കാട്ടിലെ ഹല്ലേലൂയ മൃഗത്തെ അല്ലെങ്കിൽ സമുദ്രത്തിലെ മത്സ്യത്തെ ഞാൻ പിടിച്ചു കൊടുക്കും എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ മോശയോട് ദൈവം ചോദിക്കുന്നുണ്ട്. സംഖ്യാപുസ്തകം 11:23, യഹോവയുടെ കൈ കുറുകിപ്പോയോ, എൻ്റെ വചനം നിവൃത്തിയാവില്ല നീ കാണും. ചോദിക്കുന്ന ചോദ്യമുണ്ട്, ദൈവത്തിന്റെ കൈ കുറുകിപ്പോയോ? ഹല്ലേലൂയ. അപ്പം എങ്ങനെ നടക്കും? ലക്ഷക്കണക്കിന് ആൾക്കാർ എന്റെ മുമ്പിൽ നിൽക്കുക, കർത്താവ് ഇത് എങ്ങനെ സംഭവിക്കും, ഇവർക്ക് എങ്ങനെ ഞാൻ ആഹാരം കൊടുക്കും? പക്ഷെ ദൈവത്തിന് ചോദിക്കുന്നത്, എൻ്റെ കൈ കുറുകിപ്പോയിട്ടുണ്ടോ? പക്ഷെ പരിഹാരം കർത്താവിനുണ്ട്. ഇതന്നെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യം ഒത്തിരി മുമ്പിൽ നിൽക്കുകയാണ്, പക്ഷെ നമ്മുടെ കാര്യം നോക്കുമ്പോൾ കുറവാണ്, ഒന്നുമില്ല. ഹല്ലേലൂയ. അപ്പൊ ജനലക്ഷങ്ങൾ മുമ്പിൽ നിൽക്കുന്നു, ഇവർക്ക് ഇറച്ചു കൊടുക്കുന്നത് എങ്ങനെ? ജനം പിറുപിറുക്കുന്നു. മോശെ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്, ഹല്ലേലൂയ. കർത്താവിന് പറയാനുള്ളത്, എൻ്റെ കൈക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? എൻ്റെ കൈ കുറുകിപ്പോയിട്ടുണ്ടോ? ഹല്ലേലൂയ. എൻ്റെ കൈയുടെ പ്രവൃത്തി നീ കാണാൻ പോവുകയാണ്. ഇത് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ അകത്തെ പ്രശ്നത്തിന്റെ പരിഹാരം ഒത്തിരി ആവശ്യത്തിന് മധ്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ പരിഹാരം കർത്താവിനുണ്ട്. കർത്താവിനത് സാധിക്കും. ദൈവത്തിന്റെ കരത്താൽ അത് സംഭവിക്കും. കർത്താവ് ചോദിച്ചത്, എൻ്റെ കൈ കുറുകിപ്പോയിട്ടുണ്ടോ? ഹല്ലേലൂയ. അപ്പം ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത ആ പ്രതിസന്ധിയുടെ മധ്യത്തിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും, ദൈവത്തിന്റെ കരം ചലിക്കും, അല്ലെങ്കിൽ ദൈവം ഒരു വഴി കാണിച്ചു തരും. ഹല്ലേലൂയ. ദൈവപ്രവൃത്തി വെളിപ്പെടും. സംഭവിച്ചത് നിങ്ങൾക്കറിയാം, ഒരു കാറ്റടിച്ചു, എത്തേണ്ടത് അവരുടെ പാളയത്തിൽ കൂടാരത്തിൽ പിടിച്ചനുഭവിക്കത്തക്കവണ്ണം ദൈവം പറത്തിക്കൊണ്ട് അവരുടെ മുമ്പിൽ കൊണ്ട് എത്തിച്ചു. ഹല്ലേലൂയ. എങ്ങനെ ജനലക്ഷങ്ങൾ മാംസം കഴിക്കുമെന്ന് ചോദിച്ച ചോദ്യത്തിന് എങ്ങനെ സംഭവിക്കും? കർത്താവിനാൽ അത് സംഭവിക്കും. അവരുടെ മുമ്പിൽ ആ നന്മയെ ദൈവം കൊണ്ടെത്തിച്ചു. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവകരങ്ങളിലേക്ക് കൊടുത്താൽ നമ്മുടെ വിഷയത്തിന് പരിഹാരം ഉണ്ടാവും. പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ആ വാക്കനുസരിക്കുമ്പോൾ, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ആ വിഷയത്തെ ഏൽപ്പിച്ചു കൊടുത്താൽ അവിടെ അത്ഭുതത്തെ നടന്നിരിക്കും. നമുക്കറിയാവുന്നൊരു സംഭവം ഉണ്ടല്ലോ, ഹല്ലേലൂയ. യേശു കർത്താവിന്റെ മുമ്പിൽ വചനം കേട്ട് സൗഖ്യമൊക്കെ കേട്ട് ജനം നീണ്ട മണിക്കൂറുകൾ മരുഭൂമിയിൽ കർത്താവിന്റെ സന്നിധിയിലായിരുന്നപ്പോൾ, മർക്കോസ് സുവിശേഷം 6-ാം അധ്യായം 35 മുതൽ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഹല്ലേലൂയ. നേരം നന്നായി വൈകിട്ട് ശിഷ്യന്മാർ അവന്റെ അടുക്കൽ വന്ന് പറയും, കർത്താവേ, ഇത് നിർജ്ജന പ്രദേശമാണ്, നേരം നന്നായി വൈകി, ഭക്ഷിപ്പാൻ ഇല്ലാകിയാൽ ഇവരെ അടുത്ത ഊരുകളിലും കുടികളിലേക്ക് ചെന്ന് ഭക്ഷിപ്പാൻ ഇവരെ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞു. കർത്താവ്, ഇപ്പോൾ തന്റെ സമയം ഒത്തിരി പോയി, നേരം വൈകി, ഇവർക്ക് ഭക്ഷിപ്പാൻ ഇപ്പം നമ്മുടെ കൊടുക്കാൻ ഒരു വകയില്ല, അടുത്ത സ്ഥലങ്ങളിലേക്ക് പോയി ഇവർ ആഹാരം കൈക്കൊള്ളട്ടെ, അതിനായി പറഞ്ഞയക്കണമെന്ന് പറഞ്ഞു. കാരണം മരുഭൂമിയിൽ നീണ്ട മണിക്കൂറുകളായി കർത്താവിന്റെ മുമ്പിലിരിക്കുകയാണ്. അവർ ആ ടൈമൊക്കെ മറന്ന് ദൈവം നിത്യജീവന്റെ ആ വചനത്തിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ കർത്താവ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്ര അപ്പമുണ്ട്? ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ എന്താ ഉള്ളേ? അപ്പൊ അവര് പറയുന്നത് നോക്കിയിട്ട്, ഹല്ലേലൂയ, 5ഉം 2 മീനും ഉണ്ട്, 5 അപ്പവും 2 മീനും ഉണ്ട്. ഇതൊന്നും പരിഹാരമാകത്തില്ല. ഇത്ര ആൾക്കാർക്ക് എവിടെ നിന്ന് കൊടുക്കാനാ? ആയിരങ്ങൾക്ക് എവിടെ നിന്ന് കൊടുക്കാനാ? പക്ഷേ അവർ ആ 5 അപ്പവും 2 മീനും കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്തപ്പോൾ, കർത്താവ് അതിനെ ബ്ലസ് ചെയ്തു, നുറുക്കി കൊടുത്തപ്പോൾ അനേകർ കഴിച്ച് തൃപ്തിയായി, അനേക കൊട്ടകൾ നിറച്ചെടുക്കുന്ന അനുഭവമായി. ശിഷ്യന്മാർ പറഞ്ഞു, മരുഭൂമിയിൽ ഒന്നും നടക്കത്തില്ല, ഞങ്ങളുടെ ഇരിക്കുന്ന കാശ് കൊണ്ടോ 5 അപ്പം കൊണ്ടോ 2 മീൻ കൊണ്ടോ ഒന്നും കാര്യം നടക്കത്തില്ല, ഇവരെ പറഞ്ഞയക്കണം. ഇതെന്നെ നമ്മൾ നോക്കുമ്പോൾ, ചില കാര്യങ്ങൾ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെയൊക്കെ പച്ചയായ ജീവിതാനുഭവമാണ്. നമ്മുടെ ചിലപ്പോൾ ശുശ്രൂഷകരായിരിക്കാം, കർത്തൃവേലയിലായിരിക്കുന്ന, മിഷൻ ഫീൽഡിലായിരിക്കുന്നവരാകാം, അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങൾ ഏത് മേഖലയിലായിരിക്കുന്നവരായിക്കോട്ടെ നിങ്ങൾ. പല കാര്യങ്ങളും നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയാണെന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ ചിന്തിക്കുന്നത് നടക്കില്ല എന്ന്. അതായത് കർത്താവ് ചോദിക്കുന്നത്, നിങ്ങളുടെ പക്കൽ ഇപ്പം എന്താ ഉള്ളേ? ശിഷ്യന്മാര് പറയുന്നത് നടക്കത്തില്ല, ഇവരെ പറഞ്ഞു വിട്ടേക്ക്. പക്ഷെ കർത്താവ് ചോദിക്കുന്നത്, നിങ്ങളുടെ പക്കൽ എന്താ ഉള്ളേ? ആ ഉള്ളതിനെ കർത്താവിന്റെ കരകളിൽ കൊടുത്തപ്പോൾ കർത്താവ് ബ്ലസ് ചെയ്തു. അവിടെ ഒരു അത്ഭുതത്തെ ദൈവത്തിന്റെ ആത്മാവ് ചെയ്തു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത ആ വിഷയത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മൾ കൊടുക്കുമെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്തിരിക്കും. അതുകൊണ്ട് ഇന്നെൻ്റെ ശബ്ദം, ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിച്ച വചനം ഇതാണ്: ആർക്കും പരിഹരിക്കാൻ പറ്റാത്തതിനെ കർത്താവിന്
പരിഹരിക്കാൻ പറ്റും. കർത്താവിനറിയാം. കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കുക. നാം പ്രാർത്ഥിക്കുമ്പോൾ, ആ വാക്കനുസരിക്കുമ്പോൾ, നമ്മൾ വിശ്വാസത്തോടെ ആ വിഷയത്തെ, നമ്മൾക്ക് ആ ഉള്ളതിനെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ നിശ്ചയമായി ദൈവത്തിൻ്റെ കരം ഇറങ്ങി വന്ന് അതിൻ്റെ അകത്ത് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ബൈബിളുടനീളം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഫിലിപ്പർ 4:6-7 എന്താണ്? ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാത്തിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് ദൈവത്തോട് അറിയിക്കത്ര വേണ്ട. 4:7 പറയുന്നു, എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളും നിലവുകളും ക്രിസ്തേശുവെങ്കിൽ കാക്കും. അപ്പോൾ ഡിവൈൻ പീസ് നിങ്ങളുടെ ഉള്ളിൽ നിറയും. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വേണ്ടത് വിടുതലിനേക്കാൾ അപ്പുറം, ആ വിടുതൽ നടക്കുന്നതിന് മുമ്പ് നമുക്ക് അത്യാവശ്യമായി വേണ്ടത് നമ്മുടെ ഉള്ളിൽ ഒരു പീസ്, സമാധാനം. കാരണം ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ഉള്ളിൽ വാഴാണ് നമ്മെ ദൈവം വിളിച്ചത്. ഇത് അനുഭവിച്ചില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്, വലിയ മാനസിക സമ്മർദ്ദം. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു വിഷയമല്ല, ആ വിഷയത്തിൻ്റെ അപ്പുറം അതിനെ ചിന്തിച്ചുള്ള വലിയ ഭാരം നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടായി വരാറുണ്ട്. നമ്മുടെ ഫലവത്തായ അനുഭവത്തെ, നല്ല ക്വാളിറ്റിയുള്ള ജീവിതത്തെ ഒക്കെ അത് ബാധിക്കും. അപ്പം നമ്മുടെ ജീവിതത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സകല ബുദ്ധിയെയും കവിയുന്ന ദിവ്യമേറിയ ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് അത്യാവശ്യമായി വേണം. അതിനെന്താ? ദൈവസല്ലേ കേൾപ്പിക്കുക. കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് തരുന്ന ഏറ്റവും വലുത് ആ ദിവ്യമേറിയ സമാധാനം. ഈ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ആരോടൊക്കെ ദൈവാത്മാവ് സംസാരിക്കുന്നു, ഉള്ളിലൊരു ഒരു പീസ് അനുഭവിക്കാതെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നു. കർത്താവിനെ അറിയുന്നൊരു പൈതലാണ്, പക്ഷേ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നു, പക്ഷേ ഉള്ളിൽ ഒരു സമാധാനം യഥാർത്ഥത്തിൽ അനുഭവിക്കാൻ പറ്റാതെ, അത് ഏറ്റവും വലിയ റോങ് ആണ്. കർത്താവിലുള്ള ഏറ്റവും വലിയ ബ്ലെസ്സിങ് നമുക്ക് ആ നിത്യജീവൻ ലഭിക്കുന്ന അപ്പോൾ തന്നെ ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ എന്ത് പ്രതിസന്ധിയുടെ മധ്യത്തിലും ആ ഡിവൈൻ പീസ്, സകല ബുദ്ധിയെയും കവിയുന്ന ദിവ്യമേറിയ സമാധാനം. യേശു കർത്താവ് എന്താ പറയുന്നത്? യോഹന്നാന്റെ സുവിശേഷത്തിൽ, ഞാൻ പോകുന്നു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു, ലോകം തരുന്ന പോലല്ല ഞാൻ തരുന്നത്. ആർക്കും അത് എടുക്കാൻ പറ്റത്തില്ല. ദിവ്യമേറിയ സമാധാനം ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവം പകരും. ഈ ദിവസങ്ങളിൽ അങ്ങനൊരു സമാധാനം അനുഭവിക്കാൻ പറ്റാത്തവർ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാപിക്കാൻ. ഇന്നത്തെ ഈ മോസ്റ്റ് മോഡേൺ ലോകത്ത് നമുക്ക് സാമ്പത്തികമുണ്ടെങ്കിൽ നമുക്കെല്ലാം വാങ്ങിക്കാൻ പറ്റും. നല്ല ചികിത്സകൾ, നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ, മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ, അനുഭവങ്ങൾ, ലക്ഷറിയസ് ലൈഫ് എല്ലാം സാമ്പത്തികമുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കും, ചെയ്യാൻ പറ്റും. അതിന് വേറെ ഒന്നും വേണ്ട, സാമ്പത്തികം മതി. പക്ഷേ ഒരു സമാധാന പീസ് ഒരു സൂപ്പർ മാർക്കറ്റിലോ ഹൈപ്പർ മാർക്കറ്റിലോ എങ്ങും കാശ് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്നതല്ല. ഉള്ളിലെ സമാധാനം എൻ്റെ കർത്താവിന് തരാൻ പറ്റും. ദൈവം തരുന്ന സമാധാനം താൽക്കാലികമല്ല, ദിവ്യമേറിയ ഡിവൈൻ പീസ്. അതാ ബൈബിൾ പറയുന്നത്, നിങ്ങളുടെ ഹൃദയങ്ങളിലും നിലവുകളും ക്രിസ്തയേശുവിൽ നിറയെ ഫില്ലാകട്ടെ. നമ്മുടെ ചിന്ത, ഇമാജിനസലി, ഇമോഷണല്, തോട്ട് പാറ്റേണിൽ എല്ലാത്തിലും നിറയട്ടെ. ഹല്ലേലൂയ. എവിടെങ്കിലൊക്കെ മുറിയപ്പെട്ടിരിക്കുന്നെങ്കിൽ ദൈവാനുസരണം നിങ്ങളുടെ പ്രശ്നത്തിൽ പരിഹരിക്കാൻ കർത്താവിന് സാധിക്കും. ഹല്ലേലൂയ. വിചാരപ്പെടാതെ ദൈവസന്നിധിയിലേക്ക് നിങ്ങളുടെ വിഷയത്തെ ഏൽപ്പിച്ചോളുവേ. ഫിലിപ്പിയർ എന്ന് പറയുമ്പോൾ തന്നെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, പത്രോസ് തന്നെ പറയുന്നു, 1 പത്രോസ് 5 അവൻ നിങ്ങൾക്കായി കരുതിയാൽ നിങ്ങളുടെ സകല ചിന്താകുലു അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവേൻ. പ്രശ്നത്തെ പരിഹരിക്കാൻ ദൈവത്തിന് സാധിക്കും. ഇന്ന് നിങ്ങളോട് ഞാൻ സംസാരിച്ച വചനം, ഹല്ലേലൂയ, എസെക്കിയേൽ പ്രവാചകനോട് ദൈവം ചോദിച്ച ചോദ്യത്തിന് പ്രവാചകൻ പറഞ്ഞ ഉത്തരം, കർത്താവേ നീ അറിയുന്നു. കർത്താവേ നീ അറിയുന്നു. ലോർഡ് ഗോഡ് യു നോ, നിനക്കറിയാം. ഹല്ലേലൂയ. ഞാൻ നോക്കിയാൽ, എൻ്റെ അവസ്ഥ നോക്കിയാൽ, ഈ അസ്ഥികളെ നോക്കിയാൽ ഒരിക്കലും ജീവിക്കത്തില്ല. എല്ലാം ബോൺസ് ആണ്. എല്ലാം ഒരു ഫിഗർ ഇല്ലാതെ കിടക്കുന്ന, ഒരു രൂപമില്ലാതെ കിടക്കുന്ന ഒരവസ്ഥയാണ്. ഹല്ലേലൂയ. പക്ഷേ കർത്താവ് നീ അറിയുന്നു. നീ വിരായിച്ചാൽ ഈ ബോൺസ് ഒരു ബറ്റാലിനായി തീരും. ഒരു രൂപമില്ലാത്ത, ഒരു ഫിഗറുമില്ലാത്തവ ഏറ്റവും ബ്യൂട്ടിഫുള്ളായി, മനോഹരമായി, ഹല്ലേലൂയ, ഒരവസ്ഥയിലേക്ക്, ഒരു മഹത്വമേറിയ അവസ്ഥയിലേക്ക് മാറാൻ സാധിക്കും. ഇന്ന് എൻ്റെ ശബ്ദങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ രൂപരഹിതമായി ഒരു ഉണങ്ങിയ അസ്ഥിയുടെ അനുഭവത്തിൽ ഒന്നുമില്ലാത്തൊരവസ്ഥയിലാണോ നിൽക്കുന്നത്?
പ്രശ്നത്തിന് കർത്താവിന് പരിഹരിക്കാൻ പറ്റും. സമാധാനത്തെ നൽകാൻ, നിങ്ങൾക്ക് സൗഖ്യത്തെ നൽകാൻ, വിടുതലിനെ നൽകാൻ, സ്വസ്ഥത നൽകാൻ, നിത്യജീവൻ നൽകാൻ, നിങ്ങളുടെ രോഗങ്ങളെ സൗഖ്യമാക്കാൻ കർത്താവ് ഇന്നും ജീവിക്കുന്നു. കർത്താവിനാൽ സാധിക്കും. ഹല്ലേലൂയ. എന്തിന്? ഇത് നിങ്ങളുടെ സമയം. ദിസ് ഈസ് യുവർ ടൈം. ഇത് നിങ്ങളുടെ സമയമാണ്. സോ എന്ത് ചെയ്യാൻ? ലുക്കിംഗ് ആൻഡ് ജീസസ്. കർത്താവിനെ നിങ്ങൾ നോക്കുക, കർത്താവിനോട് പ്രാർത്ഥിപ്പേൻ, കർത്താവിൻ്റെ വാക്കനുസരിപ്പേൻ. നിങ്ങൾക്ക് വേണ്ടതിനെ എൻ്റെ ദൈവം നിശ്ചയമായി നിങ്ങൾക്ക് നൽകിയിരിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ലൈവിലുള്ളവർക്ക് വേണ്ടി, തുടർന്ന മിനിറ്റുകളിൽ ഇത് കാണാൻ പോകുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വളരെ നിയോഗത്തോടാണ് ഈ ദൈവശബ്ദം ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ കൂടെ നിങ്ങളോട് കൈമാറിയത്. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ തൊടാൻ പോവുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതൊരു ആത്മനിയോഗത്തോടാണ് ഈ സന്ദേശം. നിങ്ങൾക്കിത് അനുഗ്രഹമായെങ്കിൽ അനേകരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് കൂടി ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാ കണ്ണുകളും അടച്ച് സ്വർഗീയ പിതാവേ, ഈ ലൈവ് കാണുന്ന, തുറന്ന മിനിറ്റുകളിൽ കാണാൻ പോകുന്ന സകലർക്കും വേണ്ടി ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവിതത്തിനകത്ത് കർത്താവേ ഭാരപ്പെടുന്ന, എങ്ങനെ കഴിയുമെന്ന് ചിന്തിക്കുന്ന, ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത ചില വിഷയങ്ങൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ പരിഹരിക്കപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അത്ഭുത കരം കർത്താവേ, ഇവരുടെ ജീവിതത്തിനകത്ത് ചലിക്കാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. ഹൃദയത്തിൽ ഒത്തിരി ഭാരം അനുഭവിക്കുന്ന, മനസ്സിന് അസ്വസ്ഥപ്പെടുന്ന, പലപ്പോഴും ചിലതിൻ്റെ ഉറക്കങ്ങളെ പോലും കെടുത്തുന്ന ശക്തമായ ദൈവം പറയുന്നു. ഉറക്കം പോലും മര്യാദയ്ക്ക് കിട്ടാത്ത, പലതിനെയും ഭീതിപ്പെടുത്തുന്ന അനുഭവങ്ങൾ കാണുന്ന, സ്വപ്നം കാണുന്ന, ഞെട്ടി ഉണർന്ന ഒക്കെ അനുഭവങ്ങളുള്ള ചിലതിനെ കർത്താവ് തൊടുന്നതിനായി സ്തോത്രം കർത്താവ്. ഇവരുടെ പ്രശ്നത്തിന് അങ്ങ് പരിഹരിക്കുക. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരും, ഞാൻ നിനക്ക് ആശ്വാസം. ആ ഡിവൈൻ റെസ്റ്റ് കർത്താവ് കൊടുക്കണം. ആ ഡിവൈൻ പീസ് കർത്താവേ, ദിവ്യമേറിയ സമാധാനം കർത്താവേ, ഈ മക്കൾക്ക് ദൈവം കൊടുക്കാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. ഞാൻ പ്രാർത്ഥിച്ച് ഈ മക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു. വലിയ മിറക്കിളാക്കി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മാറ്റുന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. രോഗികളെ കർത്താവ് സൗഖ്യമാക്കണം. പ്രതിസന്ധിയിലായിരുന്നവർക്കും വിടുതൽ കൊടുക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ആർക്കും പരിഹരിക്കാത്ത ചില വിഷയത്തെ കർത്താവ് പരിഹരിക്കാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം. ഈ മിനിറ്റ് മുതൽ ദൈവപ്രവൃത്തിക്കായി പ്രാർത്ഥിച്ച് ഞാൻ അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശ്വസിക്കുക, നിങ്ങളുടെ പ്രശ്നത്തിന് കർത്താവ് പരിഹാരം ചെയ്യും. ദിവ്യമേറിയ സ്വസ്ഥതയും സമാധാനവും നൽകി നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ. അതുകൊണ്ട് നാം ഒരിക്കൽ കൂടെ പറയുന്നു, പ്രാർത്ഥിക്കുക, അനുസരിക്കുക, പൂർണ്ണമായി ഏൽപ്പിച്ച് അവൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.